2018 ഉണ്ടായതിലും വലിയ വെള്ളപ്പൊക്കം കേരളം നേരിടാൻ പോകും. വീണ്ടും പരിശുദ്ധാത്മാവിൽ ഇടപെട്ട മറ്റൊരു കാര്യം, നമ്മുടെ കേരളത്തിൽ ഈ വർഷം, കഴിഞ്ഞ വർഷം വയനാട്ടിൽ നടന്ന ഉരുൾപൊട്ടലിൻ്റെ ഒരു മാസം മുമ്പ് പരിശുദ്ധാത്മ പറഞ്ഞിരുന്നത് ഇങ്ങനൊരു സംഭവം ഉണ്ടാകാൻ പോകുന്നത് മക്കൾ പ്രാർത്ഥിക്കണം. അതൊരു വീണ്ടും ഞാൻ പറയുന്നു, പരിശുദ്ധാത്മാവിനെ എന്നോട് അറിയിച്ച ദൈവശബ്ദത്തെ ഞാൻ കൈമാറുന്നു. നമ്മുടെ കേരളത്തിന് പ്രാർത്ഥിക്കാം. കർത്താവിനെ കാണിച്ചത് ഇങ്ങനെയാണ്: കേരളത്തിൻ്റെ ഉയർന്ന മലകളുള്ള ഇടങ്ങളിൽ നാലിടത്ത് വലിയ ഉരുൾപൊട്ടൽ ഉണ്ടാകാൻ പോകുന്നു. ജീവഹാനി വരുന്ന, മരണങ്ങൾ സംഭവിക്കുന്ന ഉരുൾപൊട്ടലുകൾ 4 ഉണ്ടാകാൻ പോകുന്നു. ദൈവമക്കൾ പ്രാർത്ഥിക്കുക. കേരളത്തിൽ ഇനി വരാൻ പോകുന്നത് അതിഭയങ്കരമായ പ്രകൃതി ദുരന്തങ്ങൾ കേരളത്തിൽ സംഭവിക്കാൻ പോകുന്നു. കേരളത്തിലുള്ള ദൈവമക്കൾ, ദൈവസഭ ഉണരുക, പ്രാർത്ഥിക്കുക. അതിൻ്റെ തീവ്രത കുറയട്ടെ. 100-ലധികം സ്പീഡിൽ കൊടുങ്കാറ്റുകൾ കേരളത്തിൽ ഉണ്ടാകാൻ പോകുന്നു. കേരളത്തെ ഉലച്ചു കളയുന്ന കൊടുങ്കാറ്റ് കേരളത്തിൽ ഉണ്ടാകാൻ പോകുന്നു. ദൈവമക്കൾ പ്രാർത്ഥിക്കുക, അതിൻ്റെ തീവ്രത കുറയട്ടെ. വലിയ പേമാരി ഉണ്ടാകാൻ പോകും. 2018 ഉണ്ടായതിലും വലിയ വെള്ളപ്പൊക്കം കേരളം നേരിടാൻ പോകും. ദൈവജനം പ്രാർത്ഥിക്കുക. എന്നോട് പരിശുദ്ധാത്മാവ് ഇടപെട്ട് എങ്ങനെയാണ്, ഒരു സ്ഥലത്തെ ഉരുൾപൊട്ടലാണെങ്കിൽ അങ്ങോട്ട് നമുക്ക് രക്ഷാ സൈന്യങ്ങളെ അയക്കുകയും രക്ഷാപ്രവർത്തനം നടത്തുകയും ചെയ്യാം. പക്ഷേ ഒരിടത്ത് നടക്കുമ്പോൾ അടുത്തടുത്ത് വീണ്ടും ഉരുൾപൊട്ടൽ ഉണ്ടാകുന്നു. രക്ഷാപ്രവർത്തനം നടത്താൻ കഴിയാതെ ഒരിടത്ത് നിന്ന് അടുത്തടുത്തോട്ട് ആൾക്കാർക്ക് എത്താൻ പറ്റാത്ത വിധത്തിലുള്ള സംഭവങ്ങൾ ഉണ്ടാകുന്നു. ഓടിയെത്താൻ പറ്റുന്നില്ല. കാരണം ഓൾറെഡി ഇവിടെ രക്ഷാപ്രവർത്തനം നടത്തിക്കൊണ്ടിരിക്കുക. അപ്പോൾ അടുത്തടുത്ത് ആ വിധത്തിലുള്ള പ്രകൃതി ദുരന്തങ്ങൾ, ഉരുൾപൊട്ടലുകൾ പലതുണ്ടാകും, ചെറുതൊക്കെ. പക്ഷെ ഇതല്ല, പ്രാണഹാനി വരുന്ന, മരണങ്ങൾ സംഭവിക്കുന്ന 4 ഉരുൾപൊട്ടലുകൾ കേരളത്തിലുണ്ടാകാൻ പോകും. ദൈവജനം പ്രാർത്ഥിക്കുക. പരിശുദ്ധാത്മാവ് പറയുന്ന ശബ്ദങ്ങൾക്ക് മാറ്റം ഉണ്ടാകത്തില്ല. അതിന്റെ തീവ്രത കുറയാൻ ദൈവജനം പ്രാർത്ഥിക്കുക. ആദ്യം ബിനോയിലേക്ക്. ബിനോയ്, കോട്ടയം പയ്യാനിത്തോട്ടത്താണ് വലിയ നാശമുണ്ടായിരിക്കുന്നത്. ഏറ്റവും പുതിയ വിവരങ്ങൾ എന്താണ്? ഷാനി, ഉരുൾപൊട്ടലിൻ്റെ അതിഭീകരമായ കാഴ്ചയാണ് നമുക്ക് ഈ പയ്യാനിത്തോട്ടത്ത് കാണാൻ കഴിയുന്നത്. പൂഞ്ഞാർ തെക്കേക്കര പഞ്ചായത്തിലെ 13-6 വാർഡുകൾ ചേരുന്ന ഭാഗത്താണ് ഈ പയ്യാനിത്തോട്ടം എന്ന് പറയുന്ന സ്ഥലം. ഇവിടെ ഉണ്ടായിരുന്ന വണ്ടൻമ്ലാക്കൽ ജോണിയുടെ വീട് പൂർണ്ണമായിട്ടും ഒലിച്ചുപോയി, മണ്ണിനടിയിലായിപ്പോയി. ഈ വീട്ടിലുണ്ടായിരുന്നത് ജോണിയുടെ ഭാര്യ റെജീന, മകൻ ജോസഫിൻ ജോണി എന്നിവരായിരുന്നു. ഇവർ രണ്ടുപേർക്കുള്ള വേണ്ടിയുള്ള തെരച്ചിൽ അതിരാവിലെ തന്നെ, പുലർച്ചെ തന്നെ തുടങ്ങിയതാണ്. മണിക്കൂറുകൾക്ക് മുമ്പ് മകൻ ജോസഫിൻ ജോണിയുടെ മൃതദേഹം ഇവിടുന്ന് കണ്ടെത്തി. ഇവിടുന്ന് റെജീനയ്ക്ക് വേണ്ടിയുള്ള, ജോസഫിന്റെ അമ്മ റെജീനയ്ക്ക് വേണ്ടിയുള്ള തെരച്ചിലാണ് ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്നത്. നമുക്ക് ദൃശ്യങ്ങൾ കാണുവാനായിട്ട് കഴിയും. ഞാനിപ്പോൾ നിൽക്കുന്ന ഈ പയ്യാനിത്തോട്ടത്തെ ഈ ഉരുൾപൊട്ടലുണ്ടായ സ്ഥലത്തിന്റെ ഇവിടെ നിന്ന് ഒരു 150 മീറ്റർ അകലെ മലമുകളിൽ നിന്നാണ് അതിശക്തമായ രീതിയിൽ ഉരുൾപൊട്ടലുണ്ടായി, മണ്ണിടിച്ചിലുണ്ടായി, മഴവെള്ളപ്പാച്ചിലുണ്ടായി, മരങ്ങളും മറ്റും ചെളിയും കടപുഴി വീണ് ഇപ്പോൾ ഈ ഒരു വീടിന് മുകളിലേക്ക് കയറിയിട്ടുള്ളത്. ഈ വീട് പൂർണ്ണമായിട്ടും നമുക്ക് ഒരു തരി പോലും കാണാൻ പറ്റാത്ത രീതിയിലാണ്. വീട് പൂർണ്ണമായിട്ടും മണ്ണിനടിയിലായിപ്പോയി. ഇവിടെ മണ്ണുമാന്തി യന്ത്രങ്ങൾ ഉപയോഗിച്ചുകൊണ്ട് രക്ഷാപ്രവർത്തനം, ഈ കാണാതായ റെജീനയ്ക്ക് വേണ്ടിയുള്ള തെരച്ചിൽ നടന്നുകൊണ്ടിരിക്കുകയാണ്. വിവിധ വകുപ്പുകളുടെ, പോലീസിൻ്റെയും ഒപ്പം തന്നെ ടീം എമർജൻസി, ഒപ്പം തന്നെ ഫയർഫോഴ്സ്, നാട്ടുകാർ, റവന്യൂ ഉൾപ്പെടെയുള്ള വിഭാഗങ്ങളിൽ സംയുക്തമായിട്ടാണ് ഈ തെരച്ചിൽ നടന്നുകൊണ്ടിരിക്കുന്നത്. ജില്ലയിൽ മലയോര മേഖലയിലടക്കം വ്യാപകമായ രീതിയിൽ പല സ്ഥലങ്ങളിലും മണ്ണിടിച്ചിലും ഉരുൾപൊട്ടലും ഗതാഗത തടസ്സവും പല ഉണ്ടായിട്ടുണ്ട്. അതിൽ ഏറ്റവും ഭീകരമായിട്ടുള്ളത് ഈ പയ്യാനിത്തോട്ടത്തെ ഈ കാഴ്ച തന്നെയാണ്. ഈ ഒരു മഴ
സീസണിൽ ഇതാദ്യമായിട്ടാണ് ഈ ഒരു പയ്യാനിത്തോട്ടം അല്ലെങ്കിൽ പൂഞ്ഞാർ മേഖലയിൽ ഇങ്ങനെ ഒരു ഉരുൾപൊട്ടൽ ഉണ്ടാകുന്നത് എന്നുള്ളതാണ് നാട്ടിൽ പറയുന്നത്. സാധാരണ ജൂൺ മാസത്തിന്റെ തുടക്കത്തിലൊക്കെ മഴ പെയ്യുമ്പോൾ മീനച്ചിലാർ കരകവിഞ്ഞ് ചില നാശനഷ്ടങ്ങൾ ഉണ്ടാവുകയും ചില വീടുകളിൽ വെള്ളം കയറുകയും ചെയ്യുന്നത് പതിവാണ്. നേരത്തെ കുട്ടികൾ ഉൾപ്പെടെയുള്ള സ്ഥലങ്ങളിലൊക്കെ ഉരുൾപൊട്ടൽ ഉണ്ടായിട്ടുണ്ട്, നമ്മൾ നൽകിയിട്ടുണ്ട്. പക്ഷേ ഈ പൂഞ്ഞാർ മേഖലയിൽ ഇതാദ്യമായിട്ടാണ് ഇങ്ങനെ സംഭവം ഉണ്ടാകുന്നത് എന്നുള്ളതാണ് പറയുന്നത്. ഇവിടെ രക്ഷാപ്രവർത്തനം ഒക്കെ അതിവേഗത്തിൽ പുരോഗമിക്കുന്നു. റെജീനയ്ക്ക് വേണ്ടിയുള്ള തെരച്ചിൽ നടക്കുന്നു. പക്ഷേ അവിടെ ചെളിയിൽ താഴ്ന്നു പോവുകയാണ് അവിടെ നിൽക്കുന്ന അഗ്നിരക്ഷാ ഉദ്യോഗസ്ഥർ, ഈ രക്ഷാപ്രവർത്തനം നടത്തുന്ന ആളുകളൊക്കെ. അതുകൊണ്ട് തന്നെ നമുക്ക് ഇവിടെ നിൽക്കുന്നതിന് പോലും വലിയ രീതിയിലുള്ള ഒരു ബുദ്ധിമുട്ടാണ്. മലമുകളിൽ നിന്ന് വെള്ളം ഇപ്പോഴും താണ് വന്നുകൊണ്ടിരിക്കുകയാണ്. നമുക്ക് ദൃശ്യങ്ങൾ കാണാൻ കഴിയും. അവിടെ ഒരു ഫയർഫോഴ്സ് ഉദ്യോഗസ്ഥന്റെ കാല് ചെളിയിൽ താണ് പോയി. അദ്ദേഹത്തിന് അവിടെ നിന്ന് കയറ്റാനുള്ള ഒരു ശ്രമം ഇപ്പോൾ നടത്താൻ വേണ്ടി ടീം എമർജൻസിയുടെ ആളുകൾ ഇപ്പം ആ ഭാഗത്തേക്ക് പോയിരിക്കുകയാണ്. വലിയ രീതിയിലുള്ള മണ്ണിടിച്ചിൽ, വലിയ ഉരുളൻ പാറകളും കല്ലും മറ്റുമാണ് ഇവിടേക്ക് ഈ വീടിന് മുകളിലേക്ക് എത്തിയിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ ഏത് ഭാഗത്ത് ചവിട്ടി രക്ഷാപ്രവർത്തനം നടത്തണമെന്നൊക്കെ വലിയ രീതിയിലുള്ള ഒരു ബുദ്ധിമുട്ട് ഇവർ നേരിടുന്നു എന്ന് പറയാൻ കഴിയുന്നത്. അതിവേഗം തന്നെ ഈ വിവരം പറഞ്ഞ് അതിരാവിലെ തന്നെ പുലർച്ചെ ഇവിടെ എത്തിയ ആളുകളുണ്ട്. സ്വാഭാവികമായിട്ട് ഈ ഒരു പ്രദേശത്തിന്റെ ഒരു ബിനോയ് സുരക്ഷിതനായിരിക്കും. ഈ ഒരു പ്രദേശത്തിന്റെ ഈ ഒരു പ്രദേശത്തിന്റെ ഘടന എങ്ങനെയാണ്? സാധാരണ നേരത്തെ ഉരുൾപൊട്ടലൊക്കെ ഉണ്ടായിട്ടുണ്ടോ? നേരത്തെ അങ്ങനെ ഉൾപ്പെട്ടുള്ള കാര്യങ്ങളൊന്നും ഉണ്ടായിട്ടില്ല. ഇപ്പം നമ്മൾ ഇങ്ങനെ ഒരു വലിയ സംഭവം രണ്ടുപേരും മണ്ണിനടിയിലെ ഒരാളെ കിട്ടിയിട്ടുണ്ട്. ഇതിപ്പം നമ്മുടെ ഒരു അനുഭവത്തിൽ ഇങ്ങനെ ഒരു വലിയ സംഭവം നമ്മുടെ നാട്ടിൽ ഇത് ആദ്യമായിട്ടാണ്. പക്ഷേ ഇതിപ്പോൾ നമുക്കിപ്പം പറയാൻ പറ്റുന്ന ഒരു സ്ഥലവും സുരക്ഷിതമല്ല. അതായത് ഇപ്പോൾ ഒരു കുറച്ച് മണിക്കൂറുകൾ മാത്രമേ മഴ പെയ്തിട്ടുള്ളൂ. ആ മഴയ്ക്കാണ് ഇങ്ങനെയുള്ള സംഭവം നടക്കുന്നത്. ഏകദേശം 100-200 അടി മുകളിൽ നിന്നാണ് ഈ സംഭവം ഒഴുകി വന്ന് ഈ കാണുന്ന പോലെ മൊത്തം നശിച്ചു പോവുകയാണ് ചെയ്തേക്കുന്നത്. ഇതിനടിയിൽ വാഹനങ്ങൾ ഉൾപ്പെടെ കിടപ്പുണ്ടല്ലേ? 2 കാറുകളും ബൈക്കാണ്. 2 ബൈക്കും ഉണ്ടായിരുന്നു അതിനടിയിൽ. ഇതുവരെ തെരച്ചിൽ നടന്നുകൊണ്ടിരിക്കുകയാണ്. ഇത് 3 വണ്ടി, 2 ഇറ്റാച്ചിയും ഒരു JCB കിടന്ന് വർക്ക് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ഫുൾ പേരും സെർച്ച് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ഇതുവരെയും കിട്ടിയിട്ടില്ല. നിങ്ങൾ വന്ന് കണ്ടപ്പോഴുള്ള ഒരു കാഴ്ച എന്തായിരുന്നു? ഇവിടുത്തെ ഒരു അവസ്ഥ എങ്ങനെയായിരുന്നു? ഞാനൊരു 6 മണിക്ക് ഇവിടെ എത്തിയായിരുന്നു. 6 മണിക്ക് എത്തിയപ്പോൾ ഭീകരമായിട്ട് നമുക്ക് വിഷമം തോന്നി. വന്ന ഉടനെ ഒരു ബോഡി കിട്ടി. ആ ബോഡീനെ എടുത്തു കഴിഞ്ഞ് തിരച്ചിൽ തുടങ്ങി. ഭയങ്കര ചെളിയും മണ്ണും കൂടെ ഭയങ്കര ഇതായ സംഭവമായിരുന്നു. രാത്രി 10 മണിയോടുകൂടി ഞങ്ങൾ അലർട്ടായിരുന്നു. ഇന്നലെ ഭയങ്കര ഇതായിരുന്നു. വെള്ളം കയറാൻ തുടങ്ങിയപ്പോൾ മുതൽ 200ഓളം ആൾക്കാർ ഞങ്ങൾ ഈരാറ്റുപേട്ട ഭാഗത്ത് വെള്ളം കയറിയപ്പം തന്നെ മാറ്റാൻ തുടങ്ങി. ഞങ്ങൾക്ക് ഇവിടെ നിന്ന് കോള് വന്നിരുന്നു. ഇവിടെ വന്ന് എത്താൻ പറ്റാത്ത സാഹചര്യമായിരുന്നു. 4 വശം വെള്ളം കയറി കിടക്കുന്നതുകൊണ്ട് ഇവിടെ വന്നപ്പം കാണുന്ന വലിയൊരു ഭീകരാന്തരീക്ഷമാണ്. വലിയ മരങ്ങളും വന്ന് കടപുഴകി വീണേക്കുമാണ്. ഈ വീടിൻ്റെ അകത്ത് 2 ബോഡിയാണ് പോയിരിക്കുന്നത്. ഇത് മതിലിടിഞ്ഞ് നമ്മൾ കൂട്ടിക്കലൊക്കെ കിട്ടിയത് മതിലിൻ്റെ അടിയിൽ തന്നെ കിടക്കുന്ന ചാൻസ് ഉണ്ട്. 100% ഈ ബോഡി ആ കിടന്ന സ്ഥലത്ത് തന്നെ കാണാനാണ് ഞങ്ങൾ റെസ്ക്യൂ രംഗത്ത് ഇതിന് മുമ്പ് കണ്ടൊരു പരിചയം വെച്ച്. അതുകൊണ്ട് അവിടെ തന്നെയാണ് സെർച്ച് ചെയ്യുന്നത്. നമ്മുടെ ഇവിടുത്തെ എല്ലാ മെമ്പർമാരും പൂർണ്ണമായിട്ടും മണ്ണിനടിയിലായി 100%. ഭയങ്കര വലിയ വലിയ മരങ്ങളാണ് കടപെഴുതി വീണേക്കുന്നത്. എത്ര ഉയരത്തിൽ നിന്നാണ് ഇത് വന്നിരിക്കുന്നത്? ഏകദേശം ഒരു 200 മീറ്ററോളം മുകളിൽ നിന്നാണ് വന്നിരിക്കുന്നത്. ഇപ്പോഴും ഭീകരാന്തരീക്ഷമാണ്. മുകളിലോട്ടെല്ലാം കല്ലിരിക്കുവാണ്. ഇനിയും കല്ലൊക്കെ വന്ന് വീഴാൻ ചാൻസ് ഉണ്ട്. വലിയൊരു മഴയും ഭയങ്കര ഭീകരാന്തരീക്ഷത്തിലാണ് ഇപ്പം റെസ്ക്യൂ പ്രവർത്തനം നടന്നുകൊണ്ടിരിക്കുന്നത്. ഇതുതന്നെയാണ് ഷാനി പറയാൻ കഴിയുന്നത്. കാരണം നമ്മൾ പാലായിൽ മീനച്ചിലാറ് ഒഴുകുന്നതിൻ്റെ വെള്ളം ഒഴുകുന്നതിൻ്റെ ഒരു കണക്ക് പരിശോധിച്ചപ്പോൾ ഇന്നലെ വൈകിട്ട് 5 മണിക്ക് ഈ പാലാ ഭാഗത്ത് മീനച്ചിലാറിൻ്റെ ജലനിരപ്പ് എന്ന് പറയുന്നത് വെറും 5 അടി മാത്രമാണ് ഉണ്ടായിരുന്നത്. പക്ഷേ രാത്രി 12, 1 മണി, 2 മണി സമയമാകുമ്പോഴത്തേക്ക് 10, 11 എന്ന കണക്കിലേക്ക് എത്തി. ഇന്ന് രാവിലെ 6 മണി ആയപ്പോഴത്തേക്ക് അത് 19 ആയി. 8 മണി ആയപ്പോഴത്തേക്ക് അത് 20 അടി ഉയരത്തിലേക്ക് ഉയർന്നു എന്നുള്ളതാണ്. കാരണം അതിതീവ്ര മഴയിൽ അതിശക്തമായ മഴയാണ് കഴിഞ്ഞ മണിക്കൂറുകളിൽ ഉണ്ടായത്. ഇന്നലെ വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾക്ക് ഇന്നലെ ജില്ലാ കളക്ടർ അവധി നൽകിയിരുന്നു. പക്ഷേ പകൽ സമയത്ത് അധികമായിട്ട് വെള്ളം മഴ ഉണ്ടായിരുന്നില്ല. പക്ഷേ വൈകിട്ട് 5 മണിക്ക് ശേഷം അതിശക്തമായ മഴ പെയ്തു. കോട്ടയത്ത് രാത്രി കനത്ത മഴയായിരുന്നു. മീനച്ചിലാറിൽ ജലനിരപ്പ് ഉയർന്നിട്ടുണ്ട്. പാലാ ഇരാറ്റുപേട്ട റോഡിൽ മൂന്നാനിയിൽ വെള്ളം കയറിയെന്ന് റിപ്പോർട്ട് കൂടി വരുന്നു. പാലാ നഗരത്തിൽ കൊട്ടാരമറ്റത്തും വെള്ളം കയറി. ബിനോയ് രാജൻ വിവരങ്ങൾ നൽകും. ബിനോയ്, കോട്ടയത്തും പത്തനംതിട്ടയിലും സമാനമായി ഇന്നലെ രാത്രി ശക്തമായ മഴയായിരുന്നു അല്ലേ? ഇപ്പോൾ പാലാ നഗരത്തിലെ ഈ കൊട്ടാരമറ്റത്തുള്ള ആളുകളെയൊക്കെ മാറ്റിപ്പാർപ്പിക്കേണ്ട ഒരു സാഹചര്യമാണ് അവിടെ ഉള്ളത്. കോട്ടയം ജില്ലയുടെ കിഴക്കൻ മലയോര മേഖലയിൽ അതിശക്തമായ മഴയാണ് രാത്രി ലഭിച്ചത്. അതുകൊണ്ട് തന്നെ മീനച്ചിലാറിൽ വലിയ രീതിയിൽ ജലനിരപ്പ് ഉയർന്നു. അതായത് ഇന്നലെ പകൽ മുഴുവൻ മഴ അല്പം ഒന്ന് മാറി നിന്നതിനെ തുടർന്ന്
ഈ വെള്ളം ഇറങ്ങിയതായിരുന്നു മീനച്ചിലാറിൽ നിന്ന്. അതായത് 20 അടി ഉയരത്തിൽ വരെ വെള്ളം ഉയർന്നു പൊങ്ങിയതായിരുന്നു. അത് പിന്നീട് ഒരു 17ലേക്ക് എത്തി. അതിനുശേഷം ഇന്നലെ രാത്രിയോടുകൂടി വീണ്ടും അത് ഉയർന്ന ഒരു സ്ഥിതിയിലേക്കാണ് കാര്യം എത്തിയത്. ഇന്നലെ രാത്രി 10:30 17.5 അടി ആയിരുന്നു മീനച്ചിലാറിലെ പാലാ നഗരത്തിലൂടെ ഒഴിയ വെള്ളത്തിന്റെ കണക്ക് എന്ന് പറയുന്നത്. ഇപ്പോൾ പാലാ വലിയ പാലത്തിന് സമീപം അവിടുത്തെ മീറ്ററിൽ 18.5 ഒരടി വർദ്ധിക്കുകയാണ് ചെയ്തത്. അതായത് അർദ്ധരാത്രി പെയ്ത ശക്തമായ മഴയാണ് ഇപ്പോൾ മീനച്ചിലാറിൽ ജലനിരപ്പ് ഉയരാൻ കാരണമായിരിക്കുന്നത്. വലിയ രീതിയിലുള്ള മഴക്കെടുതി, അതായത് നാശനഷ്ടങ്ങളോ കാര്യങ്ങളോ ഉണ്ടായിട്ടില്ല. പക്ഷേ മീനച്ചിലാറിൽ ജലനിരപ്പ് ഉയർന്ന് പല ഭാഗങ്ങളിലും വെള്ളം ഉയർന്നു എന്നുള്ളതാണ് പറയാൻ പറ്റുന്നത്. പ്രധാനമായിട്ടും പാലാ ഈരാറ്റുപേട്ട റോഡ്, പാലാ ഏറ്റുമാനൂർ റോഡ്, ഈ 2 പാതകളാണ് പതിവായിട്ട് ഈ വെള്ളം ഉയർന്നതിനെ തുടർന്ന് ഗതാഗതം തടസ്സപ്പെടുന്നത്. ഈ 2 ഭാഗങ്ങളിലും ഈ ഇപ്പോൾ തന്നെ വെള്ളം കയറിയിട്ടുണ്ട് എന്നുള്ളതാണ്. അതിൽ പ്രധാനമായിട്ടും മൂന്നാനി ഭാഗത്ത്, പാലാ ഈരാറ്റുപേട്ട റോഡിൽ മൂന്നാനി ഭാഗത്താണ് കൂടുതലായിട്ട് വെള്ളം ഉയർന്നിട്ടുള്ളത്. ഒരു 4 അടി ഉയരത്തിലെങ്കിലും വെള്ളം ഉണ്ട് എന്നുള്ളതാണ് ഇപ്പോൾ അവിടെ നിന്ന് നമുക്ക് ലഭിക്കുന്ന വിവരം. ഇതുകൂടാതെ ഇടമറ്റം വളഞ്ഞങ്ങാനത്ത് വെള്ളം കയറിയിട്ടുണ്ട്. ഇങ്ങനെ പല സ്ഥലങ്ങളിലായിട്ട് വെള്ളം കയറിയതിനെ തുടർന്ന് ഇട റോഡുകൾ ഉൾപ്പെടെ വെള്ളത്തിലായിട്ടുണ്ട്. പാലാ നഗരത്തോട് ചേർന്ന് വരുന്ന പ്രദേശങ്ങളിലെ വീടുകളില് ആ പ്രദേശങ്ങളും കഴിഞ്ഞ 2 ദിവസമായിട്ട് വെള്ളക്കെട്ടിലാണ്. ആ പ്രദേശങ്ങളും വലിയ രീതിയിൽ വെള്ളം മാറിയിട്ടില്ല. അതുകൊണ്ട് തന്നെ വലിയൊരു പ്രതിസന്ധി ആ മേഖല നേരിടുകയാണ്. ബിനോയ്, അതായത് കോട്ടയത്തെ മലയോര മേഖലകളിലെ സ്ഥിതി എങ്ങനെയാണ്? ഇപ്പോഴും അവിടെ മഴ തുടരുന്ന ഒരു സാഹചര്യമാണോ ഉള്ളത്? മഴ അർദ്ധരാത്രി നല്ല മഴയായിരുന്നു. പക്ഷെ എന്നാൽ ഇപ്പോൾ ഇടവിട്ട് മഴ പെയ്യുന്നു. ഇപ്പൊ ഞാൻ കോട്ടയം നഗരത്തിലാണുള്ളത്. കോട്ടയം നഗരത്തിൽ ഇടവിട്ട് മഴയുണ്ട്, എന്നാൽ ശക്തമല്ല. അപ്പൊ കിഴക്കൻ മലയോര മേഖലയിലും സമാനമായ രീതിയിൽ അതിശക്തമായ മഴ ഇപ്പോഴില്ല. എന്നാൽ രാത്രി അതിശക്തമായ മഴ, അതായത് തീക്കോയി ഉൾപ്പെടുന്ന പാതാമ്പുഴ, അരുണാപുരം ഉൾപ്പെടുന്ന മേഖലകളിൽ അതിശക്തമായ മഴയാണ് ലഭിച്ചത്. അതിനെ തുടർന്നാണ് മീനച്ചിലാറിൽ ജലനിരപ്പ് ഉയർന്നതിന് കാരണമായത്. എന്തായാലും പക്ഷെ ഇതിന്റെ ഒരു വലിയൊരു ആഘാതം ഏൽക്കുന്നത് ഇനി കോട്ടയം നഗരത്തോട് ചേർന്ന് വരുന്ന പ്രദേശങ്ങളാണ്. പ്രധാനമായിട്ടും ഈ ഇല്ലിക്കൽ പോലുള്ള സ്ഥലങ്ങളിലുള്ള ആളുകളെ സംബന്ധിച്ച് വലിയ രീതിയിലുള്ള ഒരു ബുദ്ധിമുട്ട് ഇപ്പോൾ തന്നെ നേരിടുകയാണ്. ഇല്ലിക്കൽ താഴ്ത്തങ്ങാടി പ്രദേശങ്ങളിലെ കുമരകം മേഖല, ഒപ്പം തന്നെ ഐവനം ആർപ്പുകര പഞ്ചായത്തുകളുടെ പ്രദേശങ്ങളിലെ ആ പ്രദേശങ്ങളിലൊക്കെ അതിശക്തമായിട്ട് ഈ മീനച്ചിലാറിലെ വെള്ളം ഇരച്ചു കയറി ജനജീവിതം കൂടുതൽ ദുഷ്കരമാകുന്ന ഒരു സാഹചര്യത്തിലേക്ക് എത്തുകയാണ്. ഈ വെള്ളത്തിന്റെ വരവ് സ്വാഭാവികമായിട്ട് കിഴക്കൻ മഴ പെയ്തു കഴിഞ്ഞാൽ പടിഞ്ഞാറൻ മേഖലയിലേക്ക് വെള്ളം മുഴുവൻ എത്തുമെന്നുള്ളത് സ്വാഭാവികമായിട്ട് ഈ കോട്ടയം നഗരത്തോട് ചേർന്ന് വരുന്ന പ്രദേശങ്ങളിലെ ആളുകൾക്ക് എല്ലാ കാലവും അറിയാവുന്നതാണ്. അതുകൊണ്ട് തന്നെ അവർ ഒരു മുൻകരുതൽ സ്വീകരിച്ച് പലരും ദുരിതാശ്വാസ ക്യാമ്പുകളിലേക്കോ അല്ലെങ്കിൽ ബന്ധുവീടുകളിലേക്കോ മറ്റു ഉയർന്ന സ്ഥലങ്ങളിൽ വീടുള്ള സ്ഥലങ്ങളിലേക്കൊക്കെ അവർ പോയിരുന്നു. അവരുടെ വീട്ടുമുറ്റത്ത് കിടന്ന വാഹനങ്ങളൊക്കെ മാറ്റുകയൊക്കെ ചെയ്തിരുന്നു. അങ്ങനെ ഒരു ജാഗ്രത അവർ എടുത്തിട്ടുണ്ട്. കാരണം മീനച്ചിലാറിന്റെ കൈവഴികളോട് ചേർന്ന് വരുന്ന പ്രദേശങ്ങളൊക്കെ സാധാരണ ഇങ്ങനെ വെള്ളത്തിലാകുന്നത് പതിവാണ്. അതുകൊണ്ട് തന്നെ അങ്ങനെ ഒരു ജാഗ്രത എടുത്തുകൊണ്ട്. ശരി ബിനോയ്, കോട്ടയത്തെ താഴ്ന്ന പ്രദേശങ്ങളെല്ലാം വെള്ളത്തിനടിയിലാണ്. മലയോര മേഖലകളിൽ രാത്രി ശക്തമായ മഴയാണ് പെയ്തത്. മീനച്ചിലാറിൽ ജലനിരപ്പ് ഉയർന്നു. പാലാ ഈരാറ്റുപേട്ട റോഡിൽ മൂന്നാനിയിൽ വെള്ളം കയറി ഗതാഗത തടസ്സം രൂപപ്പെട്ടിട്ടുണ്ട്. പാലാ നഗരത്തിലും കൊട്ടാരമറ്റത്തും വെള്ളം കയറി എന്നുള്ള റിപ്പോർട്ടുകൾ കൂടി വരുന്നുണ്ട്. ബിനോയ് രാജനാണ് വിശദാംശങ്ങൾ നൽകിയത്. പ്രൈസ് ദി ലോർഡ്. എല്ലാ 2ാം ശനിയാഴ്ചയും കുമ്പനാട് പൊടിപ്പാറ എന്ന് പറയുന്ന സ്ഥലത്ത് വെച്ച് മീറ്റിംഗ് ക്രമീകരിക്കുന്നു. ലോകരാജ്യങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുവാനും വ്യക്തിപരമായ ദൈവശബ്ദം കേൾക്കുവാൻ ആഗ്രഹിക്കുന്നവരും ആ മീറ്റിങ്ങിൽ നിങ്ങൾക്ക് കടന്നു വരാം. കുമ്പനാട് പൊടിപ്പാറ എന്ന് പറയുന്ന സ്ഥലത്ത് വെച്ച് എല്ലാ 2ാം ശനിയാഴ്ചയും മീറ്റിംഗ് ക്രമീകരിക്കുന്നു. കൂടുതൽ വിവരങ്ങൾ അറിയുവാൻ ഈ വാട്സപ്പ് നമ്പറിൽ നിങ്ങൾ കോൺടാക്റ്റ് ചെയ്യുക. അതിൽ കാണുന്ന വീഡിയോയിൽ കാണുന്ന വാട്സപ്പ് നമ്പറിൽ കോൺടാക്റ്റ് ചെയ്യുക. ദൈവം നിങ്ങളെ ധാരാളമായി അനുഗ്രഹിക്കുമാറാകട്ടെ.